മുസ്ഫാനായി ഒന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം, അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇപ്പൊ മനസ്സിലാകുന്നത് പേജർ ആക്രമണം നടന്ന സമയത്ത് കരുതിയത് ഓക്കെ ഈ ഒരു വലിയ ആക്രമണത്തിൽ മോറലി ഈ ഹിസ്ബോൾസ് ഇല്ല, അവരുടെ ഒരു എന്താ പറയാ അവരുടെ ആത്മവിശ്വാസം കെടുത്തലാണ് ഉദ്ദേശം എന്നാണ് വിചാരിച്ചത്. കാരണം പേജർ ആക്രമണം കണ്ടപ്പോൾ ഒരുപക്ഷെ ലെബനിലേക്ക് കയറി അവിടെ ഒരു അധിനിവേശം നടത്തുന്നതിന് പകരമായിട്ട് ചെയ്തതാണെന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇവരെ തളർത്തിക്കൊണ്ട്, അതായത് തുടരെ തന്നെ ആക്രമിച്ച്, പണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സന്ധി പ്രകാരം ലിറ്റാനി നദിയുടെ അപ്പുറത്തേക്ക് ഹിസ്ബുള്ളയെ പറഞ്ഞേക്കാൻ വേണ്ടി ഈ ഇസ്രായേലിന്റെ ബോർഡറിനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ഉള്ള ആളുകളൊക്കെ ഇസ്രായേലി പൗരന്മാരൊക്കെ ഒഴിപ്പിച്ചിരിക്കണം. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ബോർഡറുമായിട്ട് അടുത്തുള്ള ലെബന്റെ ഭാഗം, അല്ലെങ്കിൽ ആ ലിത്താനി നദിയുടെ ഇപ്പുറത്തോട്ട് ഇസ്രായേലിനോട് ചേർന്ന ഭാഗത്ത് അവിടെയാണ് ഹിസ്ബുള്ളയുടെ ആളുകളും മറ്റും കൂടുതൽ താമസിക്കുന്നതും അവരുടെ ആയുധങ്ങളും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പേജർ ആക്രമണം മൂലം ഒരു വലിയ യുദ്ധം തടയാൻ വേണ്ടിയിട്ടല്ല ഇസ്രായേൽ അത് ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് കുട്ടികളും സ്ത്രീകളൊക്കെ മരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇവർ ആയുധങ്ങളൊക്കെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഒക്കെ അടുക്കളയിലൊക്കെയാണ്. കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ അവിടെ വന്നിട്ട് അവരുടെ കേന്ദ്രങ്ങൾ തകർക്കുന്ന സമയത്ത് ഒരു സ്ഫോടനം നടത്തിട്ട് രണ്ടാമത് വീണ്ടും അല്ലെങ്കിൽ മൂന്നാമത് വീണ്ടും സ്ഫോടനം നടക്കുന്നത് കാണാം. റോക്കറ്റൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. അതായത് അവിടെ ഒരു സ്ഫോടനം നടക്കും. ഇപ്പോൾ ഈ വിമാനം വന്നിട്ട് ബോംബിട്ട് കഴിഞ്ഞാൽ അവിടെ ആദ്യം ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആയിട്ട് വീണ്ടും അല്ലെങ്കിൽ ടെർഷ്യറി ആയിട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്തുള്ള ആയുധങ്ങളൊക്കെ ആ വീടുകളിലെയും ആ കെട്ടിടങ്ങളിലെയും ഒക്കെ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ അത് പൊട്ടാൻ തുടങ്ങണം. അപ്പോൾ ഒരുപക്ഷെ ഹമാസിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതിനേക്കാൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് സിവിലിയൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ വീടുകൾ ഉപയോഗിച്ച്, അതിൽ തന്നെ ഇതൊക്കെ നിഷ്കളങ്കരായ ആളുകളൊന്നുമല്ല, ഇവര് ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഒക്കെ പൈസ മേടിച്ച് വാടകയൊക്കെ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പറയുന്നുണ്ട്. പിന്നെ പലതും അവരുടെ തന്നെ ഇപ്പോൾ സ്വന്തം വീടൊക്കെ തന്നെയാണ്, ഹിസ്ബുള്ളക്കാരുടെ വീട് തന്നെയാണ്, അല്ലെങ്കിൽ അവർ മേടിച്ച വീടോ അവർക്ക് വേണ്ടി സജ്ജീകരിച്ച വീടുകളൊക്കെയാണ് അവരുടെ ആളുകളൊക്കെ താമസം. ബ്രിജിറ്റ് ഗബ്രിയൽ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവർ ഒരു ലെബനീസ് വനിതയാണ്. അവർ US ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവർ നടത്തുന്ന ഒരു ലെബനോനെ കുറിച്ച് അവരുടെ ഒരു വിവരണമുണ്ട്, ഒരു 7 minutes. അത് മലയാളത്തിൽ അതിൻ്റെ ഒരു തർജ്ജമ നമുക്ക് എന്ത് പറയുന്നു? ഓക്കെ അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ഇതാണ് സാധനം. ലെബനോൻ ഏവർക്കും ഒരു പാഠമാണ്, മനസ്സിൽ കുറിച്ചിടേണ്ട പാഠം. മരോനൈറ്റ് കേൾക്കുന്നുണ്ടോ? ക്രൈസ്തവരും സുന്നികളും ഷിയാകളും ദ്രൂസും ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിരുന്ന ഒരു രാജ്യം. മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് അറിയപ്പെട്ടിരുന്ന ലെബനോൻ എങ്ങനെ ഇസ്ലാമിസ്റ്റുകളുടെ സ്വന്തമായി? 1970-കൾ വരെ ലെബനോനിൽ ഭൂരിപക്ഷമായിരുന്ന ക്രൈസ്തവർക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ബ്രിജിറ്റ് ഗബ്രിയൽ എന്ന ലെബനീസ് യുവതി. ലെബനൻ എന്ന രാജ്യം മുൻപ് എങ്ങനെ ആയിരുന്നുവെന്നും ഇന്ന് എങ്ങനെ ഈ അവസ്ഥയിൽ ആയി എന്നതിന്റെയും കഥ അവൾ പറഞ്ഞു തുടങ്ങുന്നു. I come from a country, Lebanon used to be the only majority Christian country in the Middle East. Most people don't know that. When they think of the Middle East, they think it's all Islamic country. ഞാൻ വരുന്നത് ലെബനോനിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലെബനോൻ. പല ആളുകൾക്കും അത് അറിയില്ല. മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ലെബനോൻ. ഞങ്ങൾ വിശാല മനസ്കർ ആയിരുന്നു, ഞങ്ങൾ നല്ലവരായിരുന്നു, ഞങ്ങൾ ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിച്ചു, ഞങ്ങൾ മറ്റുള്ളവരെ എല്ലാം ഞങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിച്ചിരുന്നു. പ്രധാനമായും ഞങ്ങൾ ചുറ്റുമുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരെ. കാരണം മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത പാശ്ചാത്യ സംസ്കാരം ഞങ്ങൾക്ക് അവരുമായി പങ്കുവെക്കുന്നതിനായി ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ ഉള്ളവർ അവരുടെ മക്കളെ പഠിപ്പിക്കാനായി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് അയച്ചിരുന്നു. അവർ ഇവിടുന്ന് ബിരുദങ്ങൾ എടുക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. എണ്ണയില്ലെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമ്പന്നമായ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. ലെബനോൻ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മിഡിൽ ഈസ്റ്റിലെ ബാങ്കിംഗ് ക്യാപിറ്റൽ എന്നും അറിയപ്പെട്ടിരുന്നു.
ഒരു ക്രിസ്ത്യൻ രാജ്യമെന്ന നിലയിൽ ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു. അങ്ങനെ ഒരു നല്ല കാലത്തിലൂടെയായിരുന്നു ഞങ്ങൾ കടന്നുപോയിരുന്നത്. Unfortunately, all that began to change by the 70s. എന്നാൽ 1970-കളോടുകൂടി എല്ലാ കാര്യങ്ങളും മാറാൻ തുടങ്ങി. 2 കാര്യങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. രാജ്യത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി കൂടി. കാരണം ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒരാളെ മാത്രമേ കല്യാണം കഴിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഒരേ സമയം 4 ഭാര്യമാർ വരെ ആകാമായിരുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, എന്നാൽ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ 70-കളായപ്പോഴേക്കും ലെബനോനിൽ മുസ്ലിമുകൾ ഭൂരിപക്ഷമായി. അവർ ഭൂരിപക്ഷമായപ്പോൾ മുതൽ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലാനും കൂട്ടക്കൊല നടത്താനും തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 1974 ആയപ്പോഴേക്കും ഞങ്ങൾ യാത്രകൾ പോകുന്നതുവരെ നിർത്തിയിരുന്നു. ഞങ്ങൾ സാധാരണയായി ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ കാണുന്നതിനായി ബെയ്റൂട്ടിലേക്ക് പോകുമായിരുന്നു. അത് നിർത്തിയപ്പോൾ ഞാൻ എന്റെ അപ്പനോട് ചോദിച്ചു, നമ്മൾ എന്താണ് ഈ വർഷം ക്രിസ്തുമസിന് ബെയ്റൂട്ടിലേക്ക് പോകാത്തത് എന്ന്. അപ്പോൾ എന്റെ ഡാഡി പറഞ്ഞു, നമ്മൾ ഈ വർഷം നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് എന്ന്. എനിക്ക് അന്നേരം എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് മനസ്സിലായി. മുസ്ലിങ്ങൾ രാത്രികളിൽ വഴികളിൽ ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുകയും അതുവഴി പോകുന്ന ക്രിസ്ത്യാനികളുടെ കാറുകൾ പരിശോധിക്കുകയും ആളുകളെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയതിനു ശേഷം അവരുടെ ID കാർഡുകൾ പരിശോധിക്കുകയും അങ്ങനെ ഈ യാത്ര ചെയ്യുന്നവർ ക്രിസ്ത്യൻ കുടുംബമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കാരണം ലെബനോനിൽ ഞങ്ങളുടെ നാഷണൽ IDയിലും ഡ്രൈവിംഗ് ലൈസൻസിലും പാസ്പോർട്ടിലും ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് എഴുതിയിരുന്നു. അങ്ങനെ അവർ ക്രിസ്ത്യൻ കുടുംബങ്ങളെ മനസ്സിലാക്കുകയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവരെ കൊല്ലുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും സമൂഹത്തിലും ഞങ്ങൾ ഒരു തടവുകാരെ പോലെ ആയി മാറി. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ എങ്ങോട്ടും പോകാതിരുന്നത്. By 1975, that's when the war broke out. 1975 അന്നായിരുന്നു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്, ആഭ്യന്തര യുദ്ധം. യുദ്ധം തുടങ്ങാൻ കാരണം മുസ്ലിങ്ങൾ ഒരു ഞായറാഴ്ച ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കയറി ചെല്ലുകയും അവിടെ കുർബാനയ്ക്ക് എത്തിയവർക്കെതിരെ വ്യാപകമായ വെടിവെപ്പ് നടത്തുകയും ചെയ്തതായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ അത് ഒരു യുദ്ധമായി മാറുകയായിരുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം മുസ്ലിങ്ങൾ വളരെ സംഘടിതരായിരുന്നു. അവർക്ക് സൗദി അറേബ്യയിൽ നിന്നും അതുപോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം ലഭിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഉദ്ദേശ്യം ലെബനോന്റെ ജനാധിപത്യവും വിശാല മനസ്കതയും സഹിഷ്ണുതയും ചൂഷണം ചെയ്ത് ഇസ്രായേലിനെ ആക്രമിക്കാനും അവരെ കടൽ കടത്തി വിടാനും ലെബനോനെ ഒരു ബേസായി ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെയാണ് എന്റെ ലോകം കീഴ്മേൽ മറിയുന്നത്, മാറി മറിഞ്ഞത്. ലെബനോൻ വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഒരു രാജ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിരുന്നു. 1940 ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഞങ്ങൾ 70% ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷേ പല ഭാര്യമാരും നിരവധി മക്കളുമൊക്കെയായി കേവലം 30 വർഷങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ ഭൂരിപക്ഷമായി മാറി. ഞങ്ങൾക്ക് ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഞങ്ങൾ ഒരു ജൂത ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ഉള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നല്ല രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാകുന്നതിനായി ആ രീതിയിലാണ് ഞങ്ങളുടെ ഗവൺമെന്റിനെ വിഭജിച്ചത്. രാജ്യത്തിന്റെ പ്രസിഡന്റ് ക്രിസ്ത്യാനിയായിരുന്നു, പ്രധാനമന്ത്രി മുസ്ലിം ആയിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി വേറെയായിരുന്നു. അങ്ങനെ പല സ്ഥാനങ്ങളും പല മതങ്ങൾക്കായി വീതിച്ചിരുന്നു. ഒടുവിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിൽ എത്തി. അവർ ഭൂരിപക്ഷത്തിൽ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കുകയും സഹിഷ്ണുതയോടെ പെരുമാറുകയും ഭരണത്തിൽ ഉൾപ്പെടുത്തുകയും എല്ലാം ചെയ്തവരോട് അവർ ഒരു തരത്തിലുള്ള സഹിഷ്ണുതയും കാണിക്കാൻ തയ്യാറായില്ല. അവർ ഏതാണ്ട് ഈ രാജ്യത്തിന്റെ ഒരു ഭാഗമേ അല്ലാത്ത ഒരു സ്വഭാവം കാണിക്കുകയും മറ്റേതോ ഒരു വലിയ മുസ്ലിം രാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ സഹോദരന്മാരെ പോലെ ഒരേ രാജ്യത്ത് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്കും യൂതന്മാർക്കുമെതിരെ തിരിയുകയും ചെയ്തു. അവര് ഞങ്ങൾ ക്രിസ്ത്യാനികളെ വളരെ വ്യാപകമായി കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്, ഞങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം, അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതും ഞങ്ങൾ തീരുമാനിക്കും എന്നതായിരുന്നു. ശരിക്കും അതായിരുന്നു രാജ്യത്തെ ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ലെബനോനിലെ ക്രിസ്ത്യൻസും ലെബനോനിലെ മുസ്ലിംസും മാത്രമായിരുന്നപ്പോൾ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സാഹചര്യങ്ങളെ എല്ലാം മോശമാക്കിയത് ജോർദാനിൽ നിന്നുള്ള പലസ്തീനികളുടെ കടന്നുവരവായിരുന്നു. അവർ ലെബനോനിലേക്ക് വന്നു. കാരണം അന്ന് അവരെ സ്വീകരിച്ച ഒരേ ഒരു രാജ്യം ലെബനോൻ മാത്രമായിരുന്നു. 3ാം പ്രാവശ്യമുണ്ടായ പലസ്തീൻ അഭയാർത്ഥി പ്രവാഹത്തെ സ്വീകരിച്ചത് ഞങ്ങൾ മാത്രമായിരുന്നു. മുസ്ലിം രാജ്യങ്ങൾ അവരെ തങ്ങളുടെ രാജ്യത്തേക്ക് അടുപ്പിക്കാനേ തയ്യാറായില്ല.
അതാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയത്. തന്റെ രാജ്യത്തിന്റെ കഥ പറഞ്ഞു നിർത്തുമ്പോൾ ബ്രിജിത്ത് ഓർമ്മിപ്പിക്കുന്നത് തങ്ങളുടെ നിഷ്കളങ്കതയും ആതിഥ്യ സ്വഭാവവും എങ്ങനെ തങ്ങൾക്ക് തന്നെ വിനയായി എന്നതിനെ കുറിച്ചാണ്. വിവേകവും അത് ഇതിൻ്റെ പൂർണ്ണമായ മറ്റ് മേഖലകളിൽ ഇവർ നടത്തിയിട്ടുള്ള ഇതിൻ്റെ അവതരണങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിൽ മലയാളത്തിലായതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം അതായിരിക്കുമല്ലോ. ഇതിൽ ഇത് കേട്ടിട്ടുണ്ടോ മുന്നേ? ഞാൻ ഇവര് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ വളരെ അടുത്തൊരു എന്നെക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി ഇത് പറഞ്ഞ് കരയുമായിരുന്നു. ഇങ്ങനെ കാഷ്വലായിട്ട് സുഹൃത്തുക്കളിരുന്ന് സംസാരിക്കുമ്പോൾ പുള്ളി ചരിത്രം പറഞ്ഞിരുന്ന ഇങ്ങനെ ഇരുന്ന് കരയും. അതെനിക്ക് ഓർമ്മ വരുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക്. ഇവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം 1960 60കളിൽ ഇപ്പം 60 തൊട്ട് 70 വരെയുള്ള ഒരു പീരീഡിലാണ് അവർ പറഞ്ഞതിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അതിൻ്റെ അകത്ത് പല ഡിനോമിനേഷൻസും വരും. ഒരൊറ്റ ക്രിസ്ത്യൻ ഗ്രൂപ്പല്ല. മാരിനൈറ്റ്സും കോപ്റ്റിക്സും കാത്തലിക്സും ഓർത്തഡോക്സും അവരെല്ലാവരും കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു 55% ഡെഫിനറ്റ്ലി മോർ ദൻ ഓൾ ദ മുസ്ലിം പോപ്പുലേഷൻസ്. മറ്റെല്ലാ മുസ്ലിം ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് വെച്ചാൽ പോലും അവരെക്കാളും ഒക്കെ കൂടുതൽ ഇവര് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. ആൻഡ് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലെബനോണിലായാലും ഈജിപ്തിലായാലും സിറിയയിലാണെങ്കിലും ഇവിടെയുള്ള ക്രിസ്ത്യാനികളൊന്നും ഇങ്ങനെ വേറെ ഡിനോമിനേഷൻസ് ആണെങ്കിൽ പോലും അവര് ഈ തമ്മി ആക്രമിക്കുകയും വേറിട്ട് നിൽക്കുകയും ചെയ്യില്ല. പക്ഷെ അതേപോലെയല്ല സുന്നികളും ഷിയാക്കളും. ഈ ലെബനോണിലുള്ള സുന്നികളും ഷിയാക്കളും ഏകദേശം രണ്ടുപേരും കൂടി ഒരു 20-25 to 20% ഷിയാക്കൾ കൂടുതലും സുന്നികൾ ചെറിയൊരു ശതമാനത്തിൽ കുറവാണ്. ഇത് ഞാൻ 60 കാര്യം പറയാം. ഷിയാക്കൾ കുറവാണ്, അന്ന് കുറവായിരുന്നു. ഈ അറൌണ്ട് 20%, ഈ 2020 എന്ന് പറയാം. ഷിയ സുന്നി 20%, ഓൾ പുട്ട് ടുഗെദർ 40% വരുമായിരുന്നു 60. പിന്നെ ക്രമേണ ഈ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയും അതിൽ ഷിയാക്കളുടെ പോപ്പുലേഷൻ കൂടുകയും ചെയ്തിട്ടുണ്ട്. സുന്നികളാണ് ഇപ്പോഴും അവിടെ കുറവ്. സുന്നികളാണ് എന്ന് വെച്ചാൽ വലിയ കുറവല്ല, ഒരു 29-30% വരും. മറ്റൊരു 33% അങ്ങനെ നിൽക്കും. അപ്പോൾ ബാക്കി വരുന്നത് ക്രിസ്ത്യാനികൾ എല്ലാം കൂടി കഴിക്കുമ്പോഴത്തേക്ക് ഒരു 30% വരുള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഡെമോഗ്രഫിക് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ബാക്കിയുള്ള മനുഷ്യരെല്ലാം എവിടെ പോയി? ഇവരെല്ലാം ഓസ്ട്രേലിയ, കാനഡ, ഒരുപാട് പേര് ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, കാനഡയിൽ വന്നിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ട്. സോ ദിസ് ഷിഫ്റ്റ് വരാനുള്ള കാരണമാണ് ഇവർ പറഞ്ഞത്. ഇവർക്ക് ക്രിസ്ത്യാനികൾക്കെതിരെ നേരിടുന്ന പല വിധത്തിലുള്ള ബോയ്ക്കോട്ടുകളും ആക്രമണങ്ങളും ഇതൊക്കെ ശരിയാണ്. ഇതെല്ലാം വളരെ കറക്റ്റാണ്. ഇതിലൊരു കാര്യമുണ്ട്. ഈ ഒരു ബ്രിജിറ്റ് ഗബ്രിയൽ ഇത് പറഞ്ഞിരിക്കുന്നത് പഴയ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ നമ്മൾ കേട്ടത് എത്ര പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയം, ഹമാസ് ഇസ്രായേൽ വിഷയം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ ചില മേഖലകളിൽ ഇത് ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ യൂറോപ്പിലൊക്കെ നടക്കുന്ന ഒരു ഇസ്ലാമൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന സമയത്ത് പലപ്പോഴും ഈ ബ്രിജിറ്റ് ഗബ്രിയലിൻ്റെ ഈ ഒരു വീഡിയോയും അതിൽ അവർ പറയുന്ന സംഗതിയും ആളുകൾ പൊക്കിക്കൊണ്ടുവരും. അങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ഇവരെ ക്യാൻസൽ ചെയ്യും. ഇവരെ ക്യാൻസൽ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി കേട്ട് കഴിയുമ്പോൾ ആർക്കായാലും ഒന്ന് വിചാരിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതൊക്കെ കുറച്ച് എക്സാജറേഷൻ അല്ലേ എന്നൊരു തോന്നൽ വരികയാണ് ആളുകൾക്ക്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? അടുത്ത വാചകം, ഇതൊരു എക്സാജറേഷനാണ്, ഷീ ഈസ് റൈറ്റ് വിങ്. അപ്പോൾ ഇത് റൈറ്റ് വിങ് ആയതുകൊണ്ട് അവർ പറഞ്ഞു വെക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ക്യാൻസൽ ചെയ്യുന്നൊരു പരിപാടി. ഇതായിരുന്നു കാലം ഇത്രയും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഇവിടെ ജസീം പറഞ്ഞ പോലെ ഈ ഒരു ഹിസ്ബുള്ള നടത്തിയ വിഷയവും ഇന്ന് അവർ ഹിസ്ബോളില്ലമാരായതുൾപ്പെടെ ഇന്നിപ്പോൾ അവിടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന അറ്റാക്കും എല്ലാം ചേർത്ത് വെക്കുന്ന ഒരു സമയം അത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗിവിങ് എ ക്ലിയർ പിക്ചർ. അതായത് ഇത് എങ്ങനെയാണ് ഈ സംഗതി, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ മുഖം എന്നുള്ളത് സംബന്ധിച്ച് എങ്ങനെയാണ് ഇവരിപ്പോൾ ഇവിടെ കാണിച്ചല്ലോ. നമ്മൾ സിവിലിയൻസിൻ്റെ ഇടയിൽ ആയുധങ്ങൾ ഒളിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ വാറിങ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകാൻ പാകത്തിന് ഇത് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇവിടെ ഹമാസിൻ്റെ കാര്യം പറയുമ്പോൾ ആർക്കും
ആർക്കും മനസ്സിലാവില്ല. അവരെപ്പോഴും ചോദിക്കും, എന്നാലും ഇത്രയധികം കുട്ടികളെ കൊല്ലുന്നത് ശരിയാണോ, 40,000 പേരെ കൊന്നത് ശരിയാണോ എന്നും ചോദിച്ചിട്ട് അതിനെ മറിച്ചിടുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ട്. നമ്മളുടെ BBC-യുടെ ഒക്കെ അൽ ജസീറയുടെ ഒക്കെ റിപ്പോർട്ടറൊക്കെ ആയിട്ടുള്ള ഒരാൾ, നമ്മളുടെ മേദി ഹസനും പിന്നെ മേദി ഹസനും പിന്നെ നമ്മളുടെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു ഐലോൺ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി. അദ്ദേഹം ഈ ഇസ്രായേലി ഭാഗങ്ങൾ അത് പറയുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്പോക്സ് പേഴ്സണായിട്ട് വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അവർ തമ്മിലൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതിനകത്ത് ക്ലിയറായിട്ട് നമ്മൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന നുണകൾ അത് ഒരു വേദിയിൽ വന്നിട്ട് മേദി ഹസൻ പറയുന്നു. അത്ര വ്യത്യാസമുള്ളൂ. ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം മിസൈൽ വിട്ടത് തിരിഞ്ഞു വന്ന് മൂട്ടിൽ വീണ് അപ്പുറത്ത് ബിൽഡിങ്ങിൽ മറ്റേ ഹോസ്പിറ്റലിൽ വീണ് പൊട്ടിയത് ഉൾപ്പെടെ അതിവിടെ തെളിഞ്ഞതാണ്. അതുൾപ്പെടെ അവിടെ വീണ്ടും സൈറ്റ് ചെയ്യാണ്. മേദി ഹസൻ ഒന്നും അറിയാത്ത പോലെ. ഇതാണ് ഈ ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. സോ ആളുകളിപ്പോൾ അതിനെ ട്രോൾ ചെയ്യുന്നത്, ടെൽ മീ യു ആർ എ ഹമാസ് സപ്പോർട്ടർ വിതൗട്ട് ടെല്ലിങ് ദാറ്റ് യു ആർ എ ഹമാസ് സപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് പറയാം എന്ന് കാണിക്കുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ടൊന്ന് മാറ്റുകയാണ് ഈ മേദി ഹസൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ. അത് ഒന്ന് കണ്ടില്ലെങ്കിൽ കാണുന്നതല്ല, അത് ഓൾമോസ്റ്റ് എൻ അവർ ലോങ് ഒരു ഡിബേറ്റാണ്. അപ്പോൾ അതുപോലെ ഈ വിഷയങ്ങൾ ഇന്ന് മുന്നിൽ വരുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ബ്രിജിറ്റ് ഗബ്രിയേൽ പറയുന്നത് അത് തള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. അക്രോസ് കൾച്ചേഴ്സ് ഓക്കെ, നമുക്കിപ്പം ഇതെല്ലാം ഒരു കൾച്ചറൽ പെക്യൂലിയാരിറ്റീസ് എന്ന് പറഞ്ഞ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഈ ഒരു കൂട്ടം മുസ്ലിങ്ങളെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള മുസ്ലിം ജനങ്ങളെ മാത്രം കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ തോന്നും. പക്ഷേ ഇപ്പം ഇന്തോനേഷ്യ, മലേഷ്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ലെബനോൻ, സിറിയ, ഇറാഖ്, അതേപോലെ ഇറാൻ, ഇവിടെ എല്ലാവരും എന്തുകൊണ്ടാണ് ഭൂരിപക്ഷത്തിലെത്തുമ്പോൾ ഇവർ അക്രമാസക്തരാകുന്നത്, അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യാതെ അവരുടെ അവകാശങ്ങളെ ധ്വംസനം ചെയ്യുന്നത്? അപ്പോൾ എല്ലാവരും എടുത്ത് പറയും, മുസ്ലിം രാജ്യങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്കും UAE പറ്റി പറയാത്തത് എന്തുകൊണ്ടാണ്? That is because UAE's native population is only 11%. 11% വിദേശികളെ, അത് ഫോർച്ചുനേറ്റ്ലി വിദേശികൾ അവിടെ വന്ന് അവർക്ക് സംസ്കാരവും അവർക്ക് സമ്പത്തും എല്ലാം സംരക്ഷിക്കാനുള്ള വഴികൾ കാട്ടിക്കൊടുത്തു. എന്നാൽ ഭൂരിപക്ഷം ഇല്ലാത്ത കുവൈത്തിലാണെങ്കിലും, അവന് ഭൂരിപക്ഷത്തിലുള്ള കുവൈത്തിലും മറ്റുള്ള അറബ് രാജ്യങ്ങളിലും ഈ സമ്പത്ത് ഉണ്ടായിട്ടും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സോ ഈ വെസ്റ്റേൺ സൊസൈറ്റി എങ്ങനെ ഡെമോക്രസിയുടെ അഭാവത്തിൽ പോലും ആ നേറ്റീവ് പോപ്പുലേഷനെ കൾച്ചറലി എലിവേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. ഇതാണ് അവിടെ പറയേണ്ടത് ഇങ്ങനെ പറയുമ്പോൾ, അല്ലാതെ അവരുടെ ക്വാളിറ്റി കൊണ്ടല്ല. ബട്ട് UAE ഡെഫിനറ്റ്ലി ഇന്ന് ഒരു വളരെ മെച്ചപ്പെട്ട ഒരു ആധുനിക സമൂഹമാണ് അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷൻ. പക്ഷെ അവരുടെ സ്ത്രീകളെയും അവിടുത്തെ മനുഷ്യരും ഇപ്പോഴും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. വിദേശികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഈ പറയുന്ന ലിബറേഷനും കോഹാബിറ്റേഷൻ ലോസും ഈവൻ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ പോലും അവിടുത്തെ പൗരന്മാർക്ക് ഈ അടുത്ത കാലത്ത് വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും അവർക്കില്ല. അപ്പൊ അതൊരു ക്രമേണ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഇതുപോലുള്ള മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഉള്ളിൽ നിന്ന് വരുന്ന മാറ്റങ്ങളല്ല. ഇതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പുറമേ നിന്നും അവർക്ക് ഈ ഒരു മതത്തിനെ എക്കാലവും സംരക്ഷിച്ചതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകില്ല. ഈ മതം നൽകുന്ന മൊറാലിറ്റി അല്ലെങ്കിൽ മതം മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികത മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ കൂടിയാണ് ഈ മാറ്റം വരുന്നത്. ഓക്കെ, അപ്പം ജസീം ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഓഡിയൻസിലേക്ക് പോയാലോ? ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഈ UAEയും അല്ലെങ്കിൽ ഇപ്പൊ കുവൈത്തിനെ, ഖത്തറിനെയോ ഒമാനിനെയോ ഒക്കെ എക്സാമ്പിളായിട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതും ലെബനൻ പോലുള്ള രാജ്യങ്ങൾ തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ ഈ മതത്തെക്കാളും വലിയൊരു അടിച്ചമർത്തുന്ന ഫോഴ്സ് അവിടെ ഉണ്ട്. രാജഭരണവും അതുമായി ബന്ധപ്പെട്ട ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ പട്ടാള ഭരണം അല്ലെങ്കിൽ രാജഭരണം ഒക്കെയാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മതത്തെ അടിച്ചമർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിസം. റഷ്യയിലൊക്കെ പണ്ട്
അതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു കുത്തഴിഞ്ഞ സമൂഹം, ഇപ്പോൾ ലെബനൻ സിറിയ മോഡലൊക്കെ ആണെങ്കിൽ അവിടെ ഇതിൻ്റെ മതത്തെ അടിച്ചമർത്താൻ പറ്റുന്ന ഒരു ഫോഴ്സ് ഇല്ല. ഇവിടെ അങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് എണ്ണപ്പണമൊക്കെ ഉപയോഗിച്ച് ഇവിടെ മര്യാദക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പിന്നെ ഇതേപോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത, അതല്ലെങ്കിൽ അങ്ങനെ വല്ല ജനാധിപത്യ വിപ്ലവങ്ങളും നടന്ന രാജ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ഒരു സംഭവം ടുണീഷ്യയിൽ തുടങ്ങിയിട്ടുള്ള അറബ് സ്പ്രിംഗ് എന്ന് പറഞ്ഞു. അറബ് സ്പ്രിങ്ങിൽ എന്താ സംഭവിച്ചത്? അവിടെ ഈ രാജഭരണവും ഇങ്ങനത്തെ പട്ടാള ഭരണമൊക്കെ ഒഴിവാക്കി ജനാധിപത്യത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷെ അത് ഇസ്ലാമിക ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ എണ്ണം കൂട്ടുന്നതിൽ മാത്രമാണ് സഹായിച്ചത്. അത് കാരണം ഇസ്ലാം ഉള്ളിടത്ത് ഒന്നെങ്കിൽ അതിനേക്കാളും മോശമായ എന്തെങ്കിലും അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ അത് വളരൂ. അല്ലെങ്കിൽ സൗദി ഒന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട, അവിടെ വഹാബീസൊക്കെ തുടങ്ങിയ രാജ്യമാണ് സൗദി. ഇന്ന് അവിടെയുള്ള എണ്ണപ്പണം പൈസയാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാരണം അമേരിക്കയും ഒരു കാരണം അവിടെ രാജഭരണം ഉണ്ടെന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും അവർക്ക് മേന്മയുള്ളതുകൊണ്ടോ കൾച്ചറിൻ്റെ മേന്മ ഒന്നുകൊണ്ടല്ല. അവിടെ ആ ഇസ്ലാം എന്ന മതത്തെ അടിച്ചമർത്താൻ പറ്റുന്ന ഒരു വേറൊരു ഫോഴ്സ് അവിടെയുണ്ട്. അത് തന്നെയാണ് യു എയുടെ കാര്യത്തിൽ. യു എയുടെ കാര്യത്തിലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാതും കൺട്രോൾഡ് ആണ് കാര്യങ്ങളൊക്കെ. നമ്മൾ തീർച്ചയായും അവരുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ ശരിയാണ്, ഇപ്പോൾ നേരത്തെ കൈപ്പിളി പറഞ്ഞ പോലെ അവിടുത്തെ പൗരന്മാർക്ക് ഇന്നും രാജാവിനെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. മറ്റ് കാര്യങ്ങളിലൊക്കെ അവർ സുതാര്യമായിട്ട് കൂടുതൽ കുറച്ചുകൂടി ഒരു കോസ്മോപൊളിറ്റനായിട്ട് വരുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ ആ രാജ്യങ്ങളുടെ ആന്തരികമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ ഈ രാജഭരണത്തിനും ഒക്കെ വിധേയമായിട്ടാണ്. അപ്പോൾ ഓക്കെ, അത് മെച്ചമാണ്, മേന്മയാണ്. ദേ ആർ മൂവിങ് ഫോർവേഡ്. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തെ അടിച്ചമർത്തുന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു പ്രോസ്പെക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ ഒരു ജനാധിപത്യ രാജ്യം, ഇപ്പം സൗദിയൊക്കെ ജനാധിപത്യ രാജ്യമാകണം എന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും മതം മുന്നോട്ട് വരും എന്നുള്ളതാണ് സത്യം. പാലസ്തീൻ മറ്റേ ഗാസയിൽ 2016 ഇലക്ഷൻ നടന്നതുപോലെ അതിനുശേഷം അവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല. കാര്യം 2006 ആദ്യമായിട്ട് അവിടെ ജനാധിപത്യ കുറേ UN ഒബ്സർവേഴ്സ് ഒക്കെ ചെന്നു. അവർ ഫെയർ ആയിട്ടൊക്കെ തന്നെയാണ് ഇലക്ഷൻ നടന്നത്, മോർ ഓർ ലെസ് ഫെയർ ആയത്. പക്ഷേ വാട്ട് വാസ് ദി എൻഡ് റിസൾട്ട്? ഇതാണ് ഈ നമുക്ക് ജനാധിപത്യം കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാം ഒറ്റയടിക്ക് ഒരു സുപ്രഭാതം കൊണ്ടെല്ലാം മാറുമെന്നുള്ള ഈ ഒരു ചിന്തയുണ്ടല്ലോ. ഇതിനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കീടങ്ങളെല്ലാം നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യണം. സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് പോയി നടാൻ പറ്റൂ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആളുകളുടെ ധാരണ ജനാധിപത്യം എന്ന് പറയുന്നത് അത് ഒരു എക്സ്റ്റേണൽ സാധനമാണെന്നുള്ളൊരു ചിന്തയാണ് ആളുകൾക്ക് വരുന്നത്. ജനാധിപത്യം അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ജനങ്ങൾ അതിന് പരുവപ്പെടണം. അതാണ് അതിൻ്റെ ബേസിക്. ഇപ്പോൾ നമ്മുടെ കച്ചി കെട്ടുന്നത് കച്ചി വെച്ച് തന്നെയാണ്, യെസ്, അത് വെച്ചാണ് കെട്ടുന്നത്. അപ്പം ഈ പുറമേ നിന്ന് ആരോ വന്ന് നമ്മളുടെ എല്ലാം മാറ്റുമെന്നുള്ള ഈ ഒരു തെറ്റിദ്ധാരണ. ഇപ്പോൾ ഇന്ത്യയിൽ പോലും, ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് ജനാധിപത്യം എന്ന് പറയുന്നു. ഇന്ത്യയിൽ 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ എത്ര ശതമാനം ആളുകൾ സത്യത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ്? അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം, അതിന് സുരക്ഷയൊരുക്കണം, അതിനുവേണ്ടി നമ്മൾ മെനക്കെടണം. എത്ര ശതമാനം ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും? കൂടിപ്പോയ ഒരു 10%. അതിനപ്പുറത്തേക്ക് ആളുകൾ ചിന്തിക്കുന്നില്ല. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അത് അറിയാത്തതുകൊണ്ടല്ല, അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മളെയൊക്കെ ഫ്രണ്ട് സർക്കിൾ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ക്ലാസ് ഗ്രൂപ്പ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നടക്കുന്ന ചർച്ചകൾ കാണുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി, ആകെ പ്രശ്നമാണ്. കാരണം ആ മൊത്തം ഒരു 100 പേരുള്ള ഗ്രൂപ്പാണ്. പക്ഷേ അതിനകത്ത് ഇതുപോലുള്ളൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താണ്? ഇതൊന്നും ഇവിടെ പറയണ്ട, ഇവിടെ നമുക്ക് അടിച്ചു പൊളിച്ചിങ്ങനെ പോയാൽ മതി എന്ന് വെച്ചാൽ ആ 100 പേരിൽ കൂടിപ്പോയ 2 ആൾ എന്ന് വെച്ചാൽ ഞാൻ 10% എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പിൾ സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2% പോലും ഇല്ല. ആര് മാത്രമേ കാണും? അതാ പറഞ്ഞ് 100 പേരിൽ അല്ല 10 പേര് കാണും. യെസ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സ് ഒരു 50 പേരുള്ളൊരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ജനാധിപത്യം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരും കക്ഷി രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയ ചർച്ച ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിലക്കുകൾ, അല്ലെങ്കിൽ അത് പാടില്ല, ഇനി പറഞ്ഞാൽ കൈ വിട്ടു പോകുമെന്നുള്ള പേടി. എന്തിനാണ് പേടിക്കണത്?
നമ്മൾ ചർച്ച ചെയ്യാനല്ലേ പോകുന്നുള്ളൂ, അതിനകത്ത് വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ചോരപ്പഴിയൊന്നും ഒഴുക്കാൻ ആരും പോകുന്നില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ ആകെ പ്രശ്നമാണെന്നുള്ളൊരു ചിന്ത വരുന്നോടത്ത് തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മളുടെ ചിന്ത വികലമാണ് എന്നതാണ് അതിൻ്റെ സിഗ്നൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇറാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പല തവണ ഇസ്ലാമിക് റവല്യൂഷൻസ് അത് കണ്ടിട്ടുള്ളൊരു രാജ്യമാണത്. ഇപ്പോൾ രണ്ടാമത് നമ്മളെ ചാനലിൽ ഒരു സമാനെ ഖനി എന്ന് പറഞ്ഞിട്ടൊരു ഇറാനിയൻ വനിത, അവരിപ്പോൾ നെതർലാൻഡ്സിൽ റെഫ്യൂജി ആയിട്ട് കഴിയാണ്. അവരെ കൊണ്ടുവന്നത് ഈ ഹിജാബിൻ്റെ പ്രക്ഷോഭമൊക്കെ നടന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി 2-3 തവണയും കണ്ടുവന്നിട്ടുണ്ട്. അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പങ്കുവെച്ചൊരു കാര്യമാണ്, ആദ്യത്തെ തവണ അവർ വരുന്ന സമയത്ത് ഈ പ്രക്ഷോഭം തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ അന്ന് അവർ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയി, എൻ്റെ പാരൻസ് അവരൊക്കെ ഇറാനിലാണ്, അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്ന അറിയില്ല എന്നൊക്കെയുള്ള ചില ആശങ്കയൊക്കെ പങ്കുവെച്ച് പോയി. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സമാനെ നമ്മളോട് പങ്കുവെച്ചത് എന്താണെന്നറിയോ? സാം എന്നാണ് ഞാൻ വിളിക്കാറ്. സാം പങ്കുവെച്ചത് ഈ 1979 ഇസ്ലാമിക് റവല്യൂഷനിൽ പങ്കെടുത്ത വ്യക്തിയാണ് സമാനയുടെ ഉമ്മ. അവരിന്ന് വയസ്സായൊരു സ്ത്രീയാണ്. അതായത് നമുക്കിവിടെ ഇത്രമാത്രം ലിബറേഷനൊന്നും വേണ്ട, നമുക്ക് ഇസ്ലാമാണ് വേണ്ടതെന്ന് പറയുകയും അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ആ ഉമ്മ ഇന്ന് ഈ നിലവിലെ ഇസ്ലാമിക ഭരണകൂടത്തെ മറിച്ചിടാൻ വേണ്ടിയിട്ട് വീണ്ടും സമരമാണ്. എന്ന് വെച്ചാൽ അവർ ഉൾട്ടയായി. അപ്പോൾ ഒരു ചെറിയൊരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം വന്നപ്പോൾ അവിടെ കാണുന്നത് എന്താണ്? ആദ്യം ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യുന്നു, ഇപ്പോൾ ഇസ്ലാമിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ആൾ ഒരേ ഉമ്മയാണ്. അതുമാത്രമല്ല, അവർ ആ മൂന്നാമത്തെ തവണ പറഞ്ഞത്, ഇപ്പോൾ ഉമ്മ നമ്മളോടൊക്കെ വന്നിട്ട് പറയും, നിങ്ങളൊക്കെ റോട്ടിലിറങ്ങ്, നമുക്ക് രക്ഷപ്പെടണം എന്ന് ഇവരെ തള്ളിവിടുന്ന ആളുകളായിട്ട് പോകും. കാരണം ഉമ്മ പഴയ പോലെ ആരോഗ്യമില്ല, പ്രായമായി. അപ്പോൾ ഇവർ കുട്ടികളാണ്, ഇവർ ചെറുപ്പമാണ്, ഇവരെ തള്ളിവിടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇറാൻ ഒക്കെ ആ രാജ്യം ശരിക്കും പഠിച്ചതാണ് എന്താണ് അവിടുത്തെ ജനത. അതാണ് ഇപ്പോൾ റയീസിയൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ മുക്കാൽ മീഡിയ ടീം, ഇവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ ഇവിടെ ഇരുന്ന് നിലവിളിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ റയീസിയുടെ നാട്ടുകാരെന്താ ചെയ്യുന്നത്? അവരവിടെ പടക്കം പൊട്ടിക്കുന്നു, കേക്ക് മുറിക്കുന്നു, അവരുടെ മിഠായി വിതരണം നടത്തുന്നു. സ്വന്തം നാട്ടിലെ പ്രധാനമന്ത്രി മരിക്കുമ്പോൾ ഉള്ള വ്യത്യാസമാണ് ഈ പറയുന്നത്, പ്രസിഡന്റ് മരിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ ആഘോഷവും ഇവിടെ നിലവിളിയും അവിടെ ആഘോഷം. ഇത് മരിച്ചത് നമ്മുടെ ആരോ അമ്മാച്ച മരിച്ച മാതിരിയാണ് ഇവരുടെ നിലവിളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ എന്താണ് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം? ഒരു ഗ്രേറ്റർ ഇസ്ലാമിക് ഒരു കൺട്രി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു റീജിയൻ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഗോൾ, അത് ഇറാൻ്റെ കീഴിൽ ഉള്ളൊരു സാധനമാണ്, പണ്ട് മുതലേ പറയുന്നതാണ്. അതിലേക്കുള്ള പോക്കിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം സംഗതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ഇസ്ലാമിക് ഒരു ഇമോഷൻ അവിടെ കണക്ട് ചെയ്യുന്നതോടുകൂടി പിന്നെ അതെല്ലാം നമ്മളെ കൗമിൻ്റെ സംഭവമായിട്ട് മാറുകയാണ്. അതിലേക്ക് പിന്നെ അവരുടെ സ്നേഹം ആ രീതിയിൽ അരച്ച് കയറുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കാണാൻ വീണ്ടും നമുക്ക് വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഒരു ചെറിയൊരു എന്ത് പറയുമ്പോഴും നമ്മൾ ഈ പുട്ടിന് ഇത്തിരി പീരിടുന്ന പോലെ ഒരു പോയിന്റ് കൂടി പറയണം. കാരണം ഈ പറഞ്ഞ ഈ പോരാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ചില കൂട്ടങ്ങൾ കേരളത്തിലുണ്ട്. അവർക്ക് പാവരിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയും ഇവിടെ ഭരിക്കുന്നത്. അതില് ഈ ഇറാനിലും ഇറാഖിലും യമനിലും ലെബനോണിലും എല്ലാം ഇവർ ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും പല വിപ്ലവങ്ങൾ പല സമയങ്ങളിലായിട്ട് ആദ്യം കൊന്നു തള്ളുന്നത് ആരെയാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ആദ്യം വേറെ ആരെയൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റുകാരെയാണ്. കമ്മ്യൂണിസ്റ്റുകാർ വോട്ടിച്ചിട്ട് പിടിച്ച് വെട്ടിക്കൊല്ലും. അവരെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇറാനിൽ ഈ 79-78 പീരീഡിൽ കൊന്നത്. അതേപോലെ ഇറാഖിൽ ബാത്ത് പാർട്ടി ഭരണത്തിൽ വന്നത്, സിറിയ, യമൻ, ലെബനോൻ, അതുപോലെ ഇതൊരു എന്താ പറയുക ആദ്യത്തെ എന്താ പറയാ ഒരു സാനിറ്റൈസേഷൻ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം തട്ടുക. അതുപോലെ ഇന്തോനേഷ്യയിലും. അപ്പൊ ഇതൊക്കെ ഇവരും കൂടി അറിഞ്ഞിരിക്കണം. കാരണം ഇവരിപ്പോ ഭയങ്കര സഖ്യത്തിലാണല്ലോ, ഒരുമിച്ച് സൂചിപ്പിക്കണ്ടായി തോന്നുന്നു പറഞ്ഞു വന്ന കൂട്ടത്തിൽ അല്ലേ? അതിനെക്കുറിച്ച് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു, ഈ ഒരു ക്ലെൻസിങ് പരിപാടിയെക്കുറിച്ച്. അതും കൂടി പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം. അവർ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവരെ അധികം മുഷിപ്പിക്കണ്ടല്ലോ. ഓക്കെ. ഇടത് അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അതല്ല ചോദിച്ചത്. അതെ 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 അതെ, ആദ്യമേ ക്ലെൻസ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഈ പറഞ്ഞ ഈ വിപ്ലവങ്ങളിലെല്ലാം തന്നെ. അതെ അതെ, അത് അവര് ഇപ്പൊ എനിക്കൊന്ന് ഇന്തോനേഷ്യയിലടക്കം ഒരുപാട് കമ്മികൾക്ക് എവിടെ ഇപ്പോൾ അവര് കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ
വെട്ടൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അടുത്തല്ലേ അത് അവസാനിപ്പിച്ച്, ഏതൊരു ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം ഏതാണ്? NDF എന്ന് പറഞ്ഞ പാർട്ടിയാണ്. നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ ഒരു അമ്മായി ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും കമ്മികളും അതെ ഇതേ സംഭവം തന്നെയാണ്. അപ്പോൾ NDF കാർ എന്തിനാണ് കമ്മികൾ വെട്ടിയത്? കമ്മികൾ അപ്പോൾ ഈ എന്താ പറയാ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കൊന്ന് ഇവിടെ പ്രത്യയശാസ്ത്രത്തിലൊക്കെ മതത്തെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ കുഴപ്പമില്ല ഒരു രീതിയിലൊക്കെ പോയാൽ മതി എന്നൊക്കെയാണ്, അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും എവിടൊക്കെ ഇവർ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ഇവരെ അടിച്ചമർത്താൻ നോക്കും. ഇപ്പോൾ റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മുസ്ലിങ്ങളുടെ അപ്രൈസിംഗ് ഒക്കെ അവർ ഒതുക്കിയിരുന്നു. ഇപ്പോൾ ചെച്ചനിയിലും അവിടെയൊക്കെ അവർ പലപ്പോഴും ഇതുപോലെ തീവ്രവാദപരമായിട്ടുള്ള സമീപനം ഉണ്ടാകുമ്പോൾ അവർ ഭയങ്കരമായ അടിച്ചമർത്തലാണ്. എന്നിട്ട് തന്നെ വല്ലാതൊന്നും മാറിയില്ല. നമുക്കറിയാം റഷ്യയിൽ ഇപ്പോൾ എത്രയോ ആക്രമണങ്ങൾ നടന്നു, പല തീവ്രവാദ 100ഓളം പേരൊക്കെ മരിച്ചില്ലേ. ഇതേ സംഭവം ഇപ്പോഴും റഷ്യയിൽ തീർന്നിട്ടില്ല. ഇതിനും മുമ്പ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവിടെ വളരെ സജീവമായിരുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ അടിച്ചമർത്തണം, അല്ലെങ്കിൽ അവർ നിങ്ങൾ തട്ടും. അതാണ് നമ്മൾ ഏത് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും കാണുന്നത്. അത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.